Hearty welcome, sir. ഇനി ഏറെ ആദരവോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ഹരികഥയുടെ രചയിതാവും എലൈറ്റ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് MD-യുമായ ശ്രീ ആർ ഹരികുമാർ. Let's welcome Sri R. Harikumar with a huge round of applause, ladies and gentlemen. ഇനി വ്യക്തി പരിചയം. ശ്രീ ആർ ഹരികുമാർ അവരെ കുറിച്ച് സംസാരിക്കുന്നതിനായി അദ്ദേഹത്തിന്റെ വളരെ നല്ല സുഹൃത്തും ദുബായ് ഇൻവെസ്റ്റ്മെന്റ്സ് റിയൽ എസ്റ്റേറ്റ് ജനറൽ മാനേജറുമായ ശ്രീ ഒബൈദ് മുഹമ്മദ് അൽ സലാമി അവരെ ക്ഷണിക്കുന്നു. May we cordially invite His Excellency Mr. Obaid Muhammad Al Salami for his speech. Sir, please. Assalamu alaikum. We are evening now, I believe that. Good evening, everybody. First, I am proud to be here, really sharing with my brother, Mr. Harikumar, his success book. I believe Harikumar, when he arrived to UAE in 1999, I believe that I am the first of the people who met Harikumar during that time. The way I looked to the guy when he really reached the country of UAE, in his eye, you feel that the guy is succeed guy. He will do something. I joined him in the factory, they call it Gulf Extrusion Factory in Ajman. I remember that, the Sha'ari Group. When he came, he has a vision. He's a human, really human guy. You know, when he deal with the staff, deal with the worker, he deals him like part of his body. During that time, I remember this year, it was a success year for this factory. He changed totally this factory from, you know, maybe we say 0 to 100%. After that, the guy, maybe it took around time for me with him, around 1 year. I left the factory. Still, I am in touch with him. From that time, 99 and today, humanity guy, tell me he has plan, his life is plan. From factory, house, everywhere is a plan. The time is coming to just on the city, he planned that before 1 week or 2 weeks. I wish him the best. I wish this book, it will be one of the really leading book in UAE, in India. In the end, I would like to say something. Harikumar is from the country. I believe that India is one of the country where we are have relation as United Arab Emirates is. We don't feel different if we see Indian people. We are UAE people who believe that the Indian is not only friends, they are brother. They create one of the greatest country as we see. All this building, all what we see now in the economy here, Indian, they have impact on that. And thank you for everybody here. I wish Mr. Kumar the best in his life, in his work and business. Thank you. Thank you, sir, for your words. ഇനി എന്താണ് ഹരികഥ? ഈ ധന്യവേളയിൽ ഹരികഥ എന്ന ഈ പുസ്തകം പരിചയപ്പെടുത്തുന്നതിനായി ബഹുമാന്യനായ മുൻ ചീഫ് സെക്രട്ടറിയും കവിയും ഗാനരചയിതാവുമായ ശ്രീ കെ ജയകുമാർ അവരെ സാദരം ക്ഷണിക്കുന്നു. വേദിയിൽ ഗ്രന്ഥകാരൻ ശ്രീ ആർ ഹരികുമാർ ഉൾപ്പെടെയുള്ള വിശിഷ്ട അതിഥികളെ, ഈ ഹാളിനെ സമ്പന്നമാക്കിയിരിക്കുന്ന
ഏറ്റവും ബഹുമാന്യരായിട്ടുള്ള സദസ്യർ, പുസ്തക പരിചയം എന്ന വാക്ക് കുറച്ച് കടുപ്പമാണ്. കാരണം ഞങ്ങൾ തിരുവനന്തപുരത്ത് എല്ലാ ദിവസവും ഈ പുസ്തക പ്രകാശനം മിക്കവാറും ഉണ്ടാവും. അപ്പോൾ പുസ്തകം പരിചയപ്പെടുത്താനായിട്ട് ഒരാൾ കയറും. അയാൾ ഏതാണ്ട് 1 മണിക്കൂറൊക്കെ എടുക്കും. അപ്പോൾ പുസ്തക പരിചയം നടത്തുന്ന ആളെ പറ്റി പൊതുവെ ആളുകളുടെ ഞെട്ടലോട് കൂടിയിട്ടാണ് മനസ്സിലാക്കുക. എന്നെപ്പറ്റി അങ്ങനെ ഒരു ഞെട്ടലോട് കൂടി നിങ്ങൾ ഓർക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് പുസ്തക പരിചയം എന്നുള്ളൊരു വാക്ക് ആണ്, ഒരു നിർദ്ദേശമാണ് എനിക്ക് ഇവിടെ അവതാരക തന്നതെങ്കിലും ഞാൻ എനിക്കറിയാവുന്ന പോലെ ഈ പുസ്തകവുമായിട്ടുള്ള എൻ്റെ പരിചയത്തെ പറ്റി പറയാനേ ഞാൻ ആഗ്രഹിക്കും. അല്ലാതെ ആ പുസ്തകം ഓരോ അധ്യായവും എന്താണ് എന്നും അതിനെപ്പറ്റി ഒരു വിപുലമായിട്ടുള്ളൊരു വിശദീകരണം തരാമെന്ന് ഞാനാണല്ല. കാരണം അത് ഒരു മനുഷ്യത്വമായിരിക്കും ഞാൻ വിചാരിക്കും. മാത്രവുമല്ല ഈ ചടങ്ങ് 1 മണിക്കൂർ കൊണ്ട് തീർക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഞങ്ങളെ പറ്റിയുള്ള വർത്തനങ്ങളൊക്കെ കഴിച്ച് ഒരുപാട് സമയം വെറുതെ പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ആ സമയം കൂടി പുസ്തകത്തെ പറ്റി ചിന്തിക്കേണ്ടതായിരുന്നു. ശ്രീ ഹരികുമാർ വ്യവസായിയത് മാത്രമല്ല, ആ വിജയം കൊണ്ട് തനിക്ക് സുഖമായി ജീവിക്കണം എന്നുള്ളതിനപ്പുറത്തേക്ക് ആ വിജയത്തിൻ്റെ ഘടകങ്ങൾ എന്തുകൊണ്ട് ഞാൻ വിജയിച്ചു എന്ന് മനസ്സിലാക്കാൻ, എൻ്റെ വിജയത്തിൽ, എൻ്റെ നേട്ടങ്ങളിൽ സമൂഹത്തെ കൂടി എങ്ങനെ പങ്കാളിയാക്കാം എന്നെല്ലാമുള്ള വിചാരങ്ങൾ കൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു ആദരണീയനായ വ്യക്തിയാണ് അദ്ദേഹം. ഞാൻ ആകെ പറയാൻ ആഗ്രഹിക്കുന്നത്, എല്ലാവരും പുസ്തകം എഴുതിക്കൊള്ളുന്നില്ല, എഴുതാറുമില്ല. ചിലരൊക്കെ എഴുതാത്തതാണ് നല്ലത്. കാരണം വിജയത്തിൻ്റെ എല്ലാ സത്യസന്ധമായിട്ട് എഴുതാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായി. അതുകൊണ്ട് വിജയിച്ച എല്ലാവരും പുസ്തകം രചിക്കണമെന്നില്ല. പക്ഷേ പുസ്തകം രചിക്കണമെന്ന് തോന്നുന്ന ചില വിജയിച്ച വ്യക്തികളുണ്ട്. എന്തുകൊണ്ടാണ് അവർക്ക് ശ്രീ ഹരികുമാറിനെ പോലുള്ള ഒരാളിന് തൻ്റെ ജീവിതം ഒരു പുസ്തക രൂപത്തിൽ അവതരിപ്പിക്കണം, ജനങ്ങളോട് പറയണം എന്ന് തോന്നിയത്? അവിടെയാണ് ഈ ചടങ്ങിൻ്റെ പ്രത്യേകതയും ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകതയും. ഞാൻ വിജയിച്ചത്, ജീവിതത്തിൽ വിജയങ്ങൾ നേടിയെങ്കിൽ അത് എൻ്റെ അധ്വാനം കൊണ്ടും എൻ്റെ ദൈവാധീനം കൊണ്ടും എനിക്ക് അർഹതപ്പെട്ടതായതുകൊണ്ട് ഞാൻ വിജയിച്ചതാണ് എന്ന് മാത്രം വിചാരിക്കുന്ന ഒരാളിന് ഒരിക്കലും ഇതുപോലൊരു പുസ്തകം എഴുതാൻ സാധിക്കില്ല. പിന്നെ എൻ്റെ വിജയം പല ഘടകങ്ങൾ കൊണ്ടുണ്ടായതാണ് എന്നും അതിന് ഞാൻ ജീവിതത്തിലൂടെ കടപ്പെട്ടിരിക്കുന്നു എന്നും എൻ്റെ വിജയം കൊണ്ട് മറ്റുള്ളവർക്കും കൂടി ഗുണമുണ്ടാകണമെന്ന് വിചാരിക്കുന്ന ഒരു മനസ്സാണ് ശ്രീ ഹരികുമാറിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് ഞാൻ വിചാരിക്കും. ആ മനോഭാവം ഇതിലെ എല്ലാ പേജുകളിലും നമുക്ക് പ്രതിഫലിച്ചു കാണാം. ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ ഈ പുസ്തകവുമായിട്ടുള്ള എൻ്റെ ബന്ധം നിങ്ങൾക്ക് അറിയണമല്ലോ. എന്നെ തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചുകൊണ്ട് വന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഈ പുസ്തകത്തിന് ഒരു അവതാരിക എഴുതി കൊടുക്കാൻ എനിക്ക് ആയി, പുസ്തകത്തിനെ വായിക്കാനായി. അത് പ്രിൻ്റ് ഔട്ട് എടുത്ത ഘട്ടത്തിൽ, അത് DTP ചെയ്ത ഘട്ടത്തിൽ ആ പേജുകളെല്ലാം വായിച്ച് ഞാനൊരു അവതാരിക എഴുതി കൊടുക്കുന്നതുകൊണ്ടാണ് ഈ പുസ്തകവുമായി എനിക്ക് ഒരു പരിചയമുണ്ടായിരുന്നത്. അത്ഭുതാവഹമായ ഒരു ജീവിത കഥ. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും അത് വായിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഫാക്ടറിയുമായിട്ട്, ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ആളുകളും ഇവിടെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അവരെ പറ്റി കൂടി എനിക്കൊരു വാക്ക് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിൽ, അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ പങ്കാളികളായിട്ടുള്ള, അല്ലെങ്കിൽ അത് ജോലി ചെയ്യുന്ന ആളുകളെല്ലാം ഒരർത്ഥത്തിൽ വളരെ അനുഗ്രഹീതരാണ്. വളരെ അനുഗ്രഹീതരെന്ന് പറയാൻ കാരണം, തൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരെ കുറിച്ച് ഇത്രയേറെ ചിന്തിക്കുന്ന, നമ്മുടെ സാധാരണ മലയാളി ഭാഷയിൽ പറഞ്ഞാൽ അങ്ങനെ ചിന്തിക്കുന്ന ഒരു മുതലാളി വളരെ അപൂർവമായിട്ട് ഉണ്ടാവുകയാണ്. തൻ്റെ നേട്ടങ്ങൾക്കെല്ലാം ഉത്തരവാദികൾ നിങ്ങളും എല്ലാവരുമാണ് എന്ന് സദാ തിരിച്ചറിയുന്ന ഒരു വലിയ മനസ്സാണ് ശ്രീ ഹരികുമാറിനെ കൊണ്ട് തൻ്റെ അനുഭവങ്ങളിലേക്ക് തിരിച്ചു പോകാൻ, ആ അനുഭവങ്ങൾ മുഴുവൻ ഇങ്ങനെ ഓർത്തെടുക്കാൻ, അത് അങ്ങനെ ആവിഷ്കരിക്കാനെല്ലാം അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെയും മഹത്വത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എനിക്ക് തോന്നുന്നത് വന്ന വഴികൾ മറക്കുന്നില്ല എന്നാണ്. വന്ന വഴികൾ മറക്കുന്ന ഒരാളിനും അർഹതപ്പെട്ട വിജയം ഒരിക്കലും ഉണ്ടാവുകയില്ല. അദ്ദേഹം വിജയിക്കുമായിരിക്കും അങ്ങനെയുള്ള ആളുകൾ, പക്ഷേ അവരുടെ വിജയം അവർക്ക് അർഹതപ്പെട്ട വിജയത്തിനെക്കാളും എത്രയോ താഴെയായിരിക്കും. താൻ വന്ന വഴികൾ അദ്ദേഹം ഒരിക്കലും മറക്കുന്നില്ല. ആദ്യകാലത്തുള്ള ബുദ്ധിമുട്ടുകൾ അദ്ദേഹം മറക്കുന്നില്ല, കുടുംബത്തെ പറ്റി മറക്കുന്നില്ല. അച്ഛനെ കുറിച്ച് ഇപ്പോഴും അദ്ദേഹം ഇപ്പോഴും ചുറ്റുമുണ്ട് എന്നുള്ള മട്ടിലാണ്, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടാണ് അതിൽ ഓരോ പേജും എഴുതപ്പെട്ടിരിക്കുന്നത്. അമ്മയെപ്പറ്റി, അച്ഛനെ പറ്റി, സഹോദരങ്ങളെ പറ്റി, നാട്ടുകാരെ പറ്റി, അദ്ദേഹത്തെ നിർണായകമായ ഘട്ടത്തിൽ വിദ്യാഭ്യാസത്തിനും മറ്റും സഹായിച്ച ആളുകളെ പറ്റി,
ജീവിതത്തിൻ്റെ ആദ്യകാലത്ത് ബിസിനസ് പച്ചപിടിക്കുന്നതിന് വേണ്ടി സഹായിച്ച ആളുകളെ പറ്റി ഒക്കെയുള്ള അനുസ്മരണങ്ങൾ കൊണ്ട് ധന്യമാണ് ഈ പുസ്തകം. വന്ന വഴികൾ മറക്കാത്ത, തൻ്റെ ഓർമ്മകൾ പകർത്തി വയ്ക്കുമ്പോൾ അത് മറ്റൊരാൾക്ക് കൂടി അതിനകത്ത് നിന്ന് എന്തെങ്കിലും കിട്ടും, എന്തെങ്കിലും ചില വെളിപാടുകൾ ഉണ്ടാകും എന്ന് തിരിച്ചറിയുന്ന ഒരു വ്യക്തിയാണ് ശ്രീ ഹരികുമാർ. അദ്ദേഹം ജനിച്ച അമ്പലപ്പുഴയിലെ അദ്ദേഹത്തിൻ്റെ വേരുകൾ വളരെ ആഴത്തിൽ ഓടിയിട്ടുള്ള വേരുകളാണ്. അമ്പലപ്പുഴയെ പറ്റി അദ്ദേഹം ഓർക്കാത്ത ഒരു ദിവസവും ഇല്ലാതിരിക്കുന്നത്. എല്ലാ അർത്ഥത്തിലും അമ്പലപ്പുഴയോട് എന്ന് പറഞ്ഞാൽ ഈ കേരളത്തോട് അത്ര ഗാഢമായി ബന്ധപ്പെട്ടിരിക്കുന്നവരാണ്. അമ്പലപ്പുഴ ജനിച്ച ഒരു വലിയ മഹാകവി, ഒരുപക്ഷെ കേരളത്തിലെ അത്ഭുത കവി എന്ന് പറയാവുന്ന സാക്ഷാൽ കുഞ്ചൻ നമ്പ്യാർ അല്ലെങ്കിൽ അദ്ദേഹം ജനിച്ചതിൽ അവിടെ പ്രവർത്തിച്ച നാടാണ് അമ്പലപ്പുഴ, ചെമ്പകശ്ശേരി. ആ കുഞ്ചൻ നമ്പ്യാരുടെ ശ്രീകൃഷ്ണ മണിപ്രവാളത്തിലെ ഒരു വരി എനിക്ക് ഓർമ്മ വരികയാണ്. അതെന്താണ്? ദാരിദ്ര്യം എന്തെന്നറിഞ്ഞവർക്ക് പാലിൽ പരക്ലേശ വിവേകമുള്ളൂ. നിങ്ങൾ ഓർക്കേണ്ട ഒരൊറ്റ വരി പരക്ലേശ വിവേകം. ശ്രീ ഹരികുമാറിനെ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുമ്പോൾ ഈ പുസ്തകത്തിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന മാനവികതയും വിനയവുമുണ്ട്, കടപ്പാടിനെ പറ്റിയുള്ളൊരു ബോധ്യമുണ്ട് എന്നൊക്കെ ഞാൻ പറയുമ്പോൾ കുഞ്ചൻ നമ്പ്യാർ പ്രസിദ്ധമാക്കിയ ഈ വരിയുണ്ടല്ലോ, പാലിൽ പരക്ലേശ വിവേകം. ദാരിദ്ര്യം എന്തെന്നറിഞ്ഞവർക്ക് പാലിൽ പരക്ലേശ വിവേകം. ഈ പരക്ലേശ വിവേകം എന്നത് മലയാളത്തിലല്ലാതെ ആ വാക്ക് നമുക്ക് മറ്റൊരു ഇംഗ്ലീഷിലേക്ക് അത് പരിഭാഷപ്പെടുത്താൻ സാധ്യമല്ല. വേണമെങ്കിൽ എമ്പതി എന്ന് പറയാം. പക്ഷേ എമ്പതി എന്ന് പറയുമ്പോൾ ആ പരക്ലേശ വിവേകത്തിൻ്റെ ആ ഒരു സൗന്ദര്യം മുഴുവൻ പറഞ്ഞു പോകും. പരക്ലേശ വിവേകം, മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ എന്ത് എന്നറിയാനുള്ള ആ ഒരു വിവേകം, പരക്ലേശം. അത് കവികളുടെയും കലാകാരന്മാരുടെയും കൂടെ പറയുന്നത്. ഇപ്പോൾ കമല ഒരു സിനിമയിലെ ഒരു കഥാപാത്രത്തിൻ്റെ ദുഃഖം ചിത്രീകരിക്കുമ്പോൾ ആ കഥാപാത്രവുമായി അദ്ദേഹം താതാത്മ്യം പ്രാപിക്കുന്നു. അത് കലാകാരന്മാരുടെ കഴിവാണ്. ഇവിടെ ശ്രീ ഹരികുമാറിനെ സംബന്ധിച്ചും തൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ കലാകാരൻ പ്രവർത്തിക്കുന്നത് ഈ പരക്ലേശ വിവേകമാണ്. തൻ്റെ തൊഴിലാളികൾ എങ്ങനെ ജീവിക്കുന്നു, തൻ്റെ കൂടെയുള്ളവർ എങ്ങനെ ജീവിക്കുന്നു, സാധാരണ മനുഷ്യൻ എങ്ങനെ ജീവിക്കുന്നു, ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവർക്ക് എന്താണ് വേണ്ടത്, ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളിലേക്ക് തൻ്റെ വിജയങ്ങളിൽ അഭിരമിക്കുവാനല്ല, തൻ്റെ വിജയത്തിൻ്റെ ഗുണം മറ്റുള്ളവർക്ക് എങ്ങനെ കൊടുക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ മനസ്സാണ് അമ്പലപ്പുഴയിലെ ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിന് സമ്മാനിച്ചത്. അദ്ദേഹത്തിൻ്റെ കുടുംബവും അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും എല്ലാം ചേർന്ന് അദ്ദേഹത്തിന് കൊടുത്ത ഏറ്റവും വലിയൊരു നിധി എന്ന് പറയുന്നത് അങ്ങനെ പരക്ലേശം അറിയുവാനുള്ള മനസ്സാണ്. ആ മനസ്സിൽ നിന്നാണ് ഈ പുസ്തകം ഹരികഥ എന്ന് പറയുന്ന ഈ അനന്യമായിട്ടുള്ള ഈ പുസ്തകം ഉണ്ടായിരിക്കുന്നത്. ജീവിതത്തിൽ എല്ലാവരും വിജയിക്കുന്നില്ല, ചിലർ പരാജയപ്പെടുന്നു, ചിലർ ഭാഗികമായി വിജയിക്കുന്നു. നമ്മുടെ എല്ലാം വിജയ പരാജയങ്ങളുടെ അടിസ്ഥാനപരമായി നമ്മുടെ വ്യക്തിത്വം തന്നെയാണുള്ളത്. ഞാൻ എൻ്റെ ഏതൊരു കൊട്ടേഷനിലൂടെ പറഞ്ഞതുപോലെ വിവേകാനന്ദൻ്റെ ഒരു വാക്യത്തിലൂടെ പറഞ്ഞല്ലോ, there is nothing called fate, your character is your fate എന്ന് വിവേകാനന്ദൻ. ആ ക്യാരക്ടർ എന്ന് പറയുന്നതിനകത്ത് ഈ പരക്ലേശ വിവേകമുണ്ട്, അവനവൻ്റെ വിജയത്തെ പറ്റിയുള്ള അവബോധമുണ്ട്, ഞാൻ എങ്ങനെയാണ് വിജയിച്ചത് എന്നുള്ളതിനെ പറ്റിയുള്ള തിരിച്ചറിവുണ്ട്. അങ്ങനെ ലോകത്തെല്ലാവരും വിജയിക്കട്ടെ, അപ്പോഴാണ് മനുഷ്യരെല്ലാവരും വിജയിക്കുന്നത്. അല്ലാതെ ഞാൻ വിജയിക്കുകയും നീ പരാജയപ്പെടുകയും ചെയ്യുന്നതല്ല എൻ്റെ വിജയത്തെ തിരിച്ചറിയാനുള്ള വലിയ മനസ്സോടുകൂടി ആണ് അദ്ദേഹം തൻ്റെ ജീവിത അനുഭവങ്ങൾ ഇവിടെ പകർത്തി വച്ചിരിക്കുന്നത്. ആലേഖനം ചെയ്തിരിക്കുന്ന ഈ പുസ്തകം, ഈ അനുഭവങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്ന ഈ പുസ്തകം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓരോ തരത്തിൽ അത് നമ്മളോട് സംവദിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തൻ്റെ ഈ പുസ്തകത്തിൽ ഈ അനുഭവകഥ എഴുതണമെന്ന് അദ്ദേഹം വിചാരിച്ചത് തന്നെ ഒരു മനുഷ്യത്വത്തിലുള്ള പ്രവൃത്തിയാണ്. കാരണം അത് അദ്ദേഹം മാത്രം അറിയേണ്ട കാര്യമല്ല, മറ്റുള്ളവരും അറിയത്തക്ക കാര്യങ്ങൾ അതിനകത്തുണ്ട്. അങ്ങനെ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു പുസ്തകമാണിത്. മനുഷ്യരെ സഹായിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു ഗൈഡാണ്, ഒരു മാനുവലാണത്. ജീവിത വിജയങ്ങളിൽ എങ്ങനെ അഹങ്കരിക്കാതിരിക്കാം എന്നുള്ളതിൻ്റെ ഒരു പുസ്തകമാണിത്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ജീവിത വിജയം ആഗ്രഹിക്കുന്ന, ജീവിതത്തിൽ നന്മ കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്ന, നന്മ എന്നത് നമുക്ക് ദൈവം തരുന്നൊരു വലിയ അനുഗ്രഹമാണ്, നന്മ ചെയ്യാനുള്ള കഴിവ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തൻ്റെ ജീവിതയാത്രയിൽ വിജയങ്ങളിൽ നിന്ന് വിജയങ്ങളിലേക്ക് പോകുമ്പോൾ അദ്ദേഹം സഹായിച്ചിട്ടുള്ള, അദ്ദേഹം ചിന്തിക്കുന്ന, സാധാരണക്കാരെ പറ്റി ചിന്തിക്കുന്ന ആ സാധാരണക്കാരുടെ ഹൃദയങ്ങളിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനയുടെ അനേകം
സുവർണ മലരുകൾ അദ്ദേഹത്തിൻ്റെ വഴിയിൽ ഇങ്ങനെ ചൊരിയപ്പെടട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഇനിയും അദ്ദേഹത്തിന് എഴുതുവാനുള്ള അനുഭവങ്ങൾ ബാക്കിയുണ്ട് എന്നാണ് ഇത് വായിച്ച ആൾ എന്നുള്ളതിലേക്ക് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഈ കഥ, ഹരികഥ നമ്മുടെ മുമ്പാകെ അവതരിപ്പിക്കാൻ സൗമനസ്യം കാണിച്ച ശ്രീ ഹരികുമാർ എന്ന വ്യക്തിയെ ഒരു എഴുത്തുകാരൻ എന്നുള്ളതിലേക്ക്, ഞങ്ങൾ എഴുത്തുകാരുടെ കുടുംബത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഈ പുസ്തകം നിങ്ങൾക്ക് എല്ലാവർക്കും വാക്കുകൾക്ക് നന്ദി സർ. ഇനി നാം ഏവരും ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന നിമിഷത്തിലേക്ക് കടക്കുകയാണ്. എലൈറ്റ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മാനേജിംഗ് ഡയറക്ടർ ശ്രീ ആർ ഹരികുമാർ അദ്ദേഹം നേരിട്ടറിഞ്ഞതും കണ്ടതും അനുഭവിച്ചതുമായ ജീവിതാനുഭവങ്ങൾ വിവരിക്കുന്ന DC ബുക്സ് പുറത്തിറക്കുന്ന ഹരികഥയുടെ ഔപചാരികമായ പ്രകാശന വേദിയിലേക്ക് കടക്കുകയാണ്. ശ്രീ ഹരികുമാർ അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. തന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും തുടക്കം മുതൽ കൂടെ നിൽക്കുന്ന, തന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ എല്ലാവിധ പിന്തുണയും നൽകുന്ന അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളി ശ്രീമതി കലാ ഹരികുമാറിനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഒപ്പം എല്ലാ കുടുംബാംഗങ്ങളെയും വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. We invite all the family members to kindly join us on stage. Let's give a huge round of applause to the support system of Mr. R. Harikumar. ശ്രീമതി കലാ ഹരികുമാർ പുസ്തകം ശ്രീ കമലിന് കൈമാറുകയാണ് ആദ്യം. പ്രശസ്ത സംവിധായകൻ ശ്രീ കമൽ. ശ്രീ ആർ ഹരികുമാർ രചിച്ച ഹരികഥയുടെ പ്രകാശന കർമ്മം നിർവഹിക്കുകയാണ് സംവിധായകൻ ശ്രീ കമൽ. പുസ്തകം ഏറ്റുവാങ്ങുന്നതിനായി പ്രിയപ്പെട്ട നടൻ ശ്രീ സൈജു കുറുപ്പിനെ ക്ഷണിക്കുന്നു. Ladies and gentlemen, Harikatha, written by Sri R. Harikumar and published by DC Books, has been launched by the renowned director Sri Kamal at the Sharjah International Book Fair 2023. എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. Thank you sir for doing the honors. Thank you ma'am. Thank you sir. സദസ്സിനെ അഭിസംബോധന ചെയ്യുവാൻ സ്നേഹബഹുമാനത്തോടെ ക്ഷണിക്കുന്നു ശ്രീ കമൽ. ഞാൻ ആദ്യമായിട്ട് സംബന്ധിക്കുകയാണ്. എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം ഒരുപക്ഷെ ഈ സദസ്സിൽ നിന്നുയർന്ന ഏറ്റവും വലിയ കയ്യടി കിട്ടിയത് ശ്രീ ഹരികുമാറിനാണ്. അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് ഇവിടെയുള്ള സ്വീകാര്യതയും ജനപ്രിയതയും അത് പ്രത്യേകിച്ചും ഒരു പ്രവാസി മലയാളി എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന രീതിയിൽ വളർന്ന ഒരു സാധാരണക്കാരനായി പ്രവാസ ലോകത്തേക്ക് കടന്നു വന്ന് ഇത്രയും വലിയൊരു വ്യവസായി പ്രമുഖമായ ഒരു വ്യക്തിത്വവുമായി വളർന്നതിന് ഹരികുമാറിൻ്റെ വലിയ പ്രയത്നമുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഒരുപക്ഷെ എന്നേക്കാളും കൂടുതൽ ഈ സദസ്സിലിരിക്കുന്ന നിങ്ങളെല്ലാവർക്കും ഹരികുമാറുമായി വ്യക്തിപരമായി കൂടുതൽ അടുപ്പമുള്ളവരാണ്. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവേ നമുക്കെല്ലാവർക്കും അറിയാം വലിയ പണക്കാരൻ, വ്യവസായി, ബിസിനസ്സുകാരൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ സിനിമയിലൊക്കെ തന്നെ കാലാകാലങ്ങളിൽ ഇന്ത്യൻ സിനിമയിൽ, മലയാളത്തിൽ മാത്രമല്ല എല്ലാ ഭാഷാ സിനിമകളിലും വില്ലന്മാരെ, വലിയ പണക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സിനിമയിൽ കാണുന്ന വില്ലന്മാരായിട്ടാണ് അവരെ അവതരിപ്പിക്കുക. അതെങ്ങനെ എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ അത് കഥകളുടെ ഒരു ചരിത്രത്തിൽ നിന്ന് തന്നെ എനിക്ക് അങ്ങനെ വന്നിട്ടുണ്ടാവും. ഈ കഥകളൊക്കെ പറയുമ്പോൾ അങ്ങനെയാണ് സിനിമയിൽ അങ്ങനെ ഒരു രീതിയിൽ. പക്ഷേ ഞാൻ പലപ്പോഴായിട്ട് പരിചയപ്പെട്ടിട്ടുള്ള വ്യവസായികൾ അല്ലെങ്കിൽ ബിസിനസ്സുകാർ, പ്രത്യേകിച്ച് പ്രവാസ ലോകത്ത് ഉള്ളവരാരും
അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല. ഇത്രയും മനുഷ്യസ്നേഹികളായ, ഇത്രയും മനുഷ്യരുമായി ഇടപഴകാനും എല്ലാവരുമായി സൗഹൃദം സ്ഥാപിക്കാനും കഴിയുന്നവരാണ്. പരിശ്രമശാലിയായ ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഏത് വിജയവും നേടാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമായി ശ്രീ ഹരികുമാറിനെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അദ്ദേഹത്തെ പറ്റി പറയുന്ന ഈ അലൂമിനിയം മാൻ എന്നാണ്. പക്ഷെ ഞാൻ അദ്ദേഹത്തെ ഒരു അയൺ മാനായി തന്നെ കാണാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. അലൂമിനിയം പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാകാം അദ്ദേഹത്തെ അലൂമിനിയം മാൻ എന്ന് വിളിക്കുന്നത്. പക്ഷേ പ്രവൃത്തിയിലും അദ്ദേഹത്തിൻ്റെ കഴിവിലും എടുക്കുന്ന തീരുമാനങ്ങളിലും സാധുക്കളെ സഹായിക്കുന്ന കാര്യത്തിലുമെല്ലാം ഉറച്ച നിലപാടുള്ളത് കൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ വിളിക്കുന്നത് ഹീസ് ആൻ അയൺ മാൻ എന്ന് ഞാൻ ആവർത്തിച്ച് വിളിക്കാനാണ്. അലൂമിനിയം ഇന്ന് ലോകത്തെല്ലാവർക്കും വേണ്ട ഒരു വസ്തുതയാണ്. അദ്ദേഹം വിവാഹം കഴിച്ചിട്ടുള്ളത് ഞങ്ങൾ മാന്നാറിലെ എൻ്റെ പഴയ തലമുറയിൽപ്പെട്ടവരെ പഠിപ്പിച്ച ഒരു സാറിൻ്റെ മകളെയാണ്. അലൂമിനിയത്തിന് ഏറ്റവും പ്രാധാന്യമുള്ള സ്ഥലവും മാന്നാർ. അലൂമിനിയം ഫാക്ടറികളുള്ള, അലൂമിനിയം ചെമ്പ് കുടങ്ങൾ നിർമ്മിക്കുന്ന, ഏറ്റവും കേരളത്തിലെ തന്നെ പൗരാണികമായ നമ്മുടെ വസ്തുക്കളൊക്കെ അലൂമിനിയം കൊണ്ട് നിർമ്മിക്കുന്ന ഒരു നാടാണ്. അപ്പോൾ ഒരു പക്ഷേ വിവാഹബന്ധം കൂടി ചേർന്നത് കൊണ്ടാകാം he has become an aluminium man എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ആ പുസ്തകം മുഴുവൻ ഞാൻ വായിച്ചില്ല. ഞാനും എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ ആർ ചന്ദ്രശേഖരനും കൂടി ഞങ്ങൾ ദുബൈയിലേക്ക് വരുന്ന വഴി ഞങ്ങൾ ഈ കാര്യം ചർച്ച ചെയ്യുകയായി. അപ്പോൾ ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ എടുക്കുന്ന ചില തീരുമാനങ്ങൾ നമ്മളെ എവിടെത്തിക്കുന്നു. അദ്ദേഹം പല രീതിയിൽ നടനാകാൻ ആഗ്രഹിച്ചു, നേവിയിൽ ചേരാൻ ആഗ്രഹിച്ചു. അങ്ങനെ പല രീതിയിൽ പല അവസരങ്ങളും കാത്തുപോയ ഒരു വ്യക്തി സൗദി അറേബ്യയിലെത്തുന്നു. അവിടെ നിന്ന് ദുബൈയിലെത്തുന്നു. പരിശ്രമം കൊണ്ട്, കഠിനാധ്വാനം കൊണ്ട്, നിശ്ചയദാർഢ്യം കൊണ്ട് ഈ ഉയർന്ന നിലയിൽ അദ്ദേഹം എത്തിയിരിക്കുന്നു എന്നുള്ളത് അഭിമാനകരമാണ്. അദ്ദേഹത്തിന്റെ ഈ പരിശ്രമത്തെയും സത്യസന്ധതയെയും മുക്തകണ്ഠം അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നു. മാത്രമല്ല, ഒരാൾക്ക് പക്ഷേ തൻ്റെ പരിശ്രമം കൊണ്ട് ധാരാളം സ്വത്തുക്കൾ ഉണ്ടാക്കാൻ കഴിയും. ആ സ്വത്തുക്കളുടെ ഒരംശം പാവങ്ങൾക്കും സാധാരണക്കാർക്കും വേണ്ടി വിനിയോഗിക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അതാണ് മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും വേണ്ടത്. അമ്പലപ്പുഴയിൽ തന്നെ ഒരു പ്രസ്ഥാനം അദ്ദേഹം ആരംഭിച്ചിട്ടുണ്ട്. ഏറ്റവും പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കാൻ, രോഗികളെ ശുശ്രൂഷിക്കാൻ, അങ്ങനെ എല്ലാ വിധത്തിലും പ്രയാസം അനുഭവിക്കുന്നവർക്ക് ഒരു കൈത്താങ്ങായി മാറാൻ ശ്രീ ഹരികുമാറിന്റെ ആ പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് നേരിട്ടറിയുന്ന ഒരു കാര്യമാണ്. ഞാൻ എൻ്റെ നിയോജകമണ്ഡലമായ ഹരിപ്പാട് അംഗവൈകല്യമുള്ള കുട്ടികൾക്കും മാനസികമായ വെല്ലുവിളികൾ നേരിടുന്ന, മാനസികവും കായികവുമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടി ഒരു സ്കൂൾ ആരംഭിച്ചു. സബർമതി എന്നാണ് അതിൻ്റെ പേര്. ഞങ്ങൾ സ്കൂൾ ആരംഭിച്ചപ്പോൾ അതിനു വേണ്ട സഹായങ്ങൾ നല്ലവരായ ജനങ്ങളുടെ ഭാഗത്തുനിന്നാണ് കിട്ടിയത്. ആ സ്കൂളിൽ വന്ന് തൻ്റെ കൊച്ചുമകൻ്റെ ജന്മദിനത്തിന് അവിടെ വന്ന് ആ കുട്ടികളോടൊപ്പം ഭക്ഷണം കഴിച്ച് ആ സ്കൂളിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഹരികുമാർ എന്നത് അഭിമാനപൂർവ്വം നിങ്ങളുടെ മുമ്പിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ മനസ്സാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എത്രയോ ആളുകൾക്ക് പണമുണ്ട്, എത്രയോ സമ്പന്നന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ വേദനിക്കുന്നവന്റെ മനസ്സ് തിരിച്ചറിയാനും അവന്റെ കണ്ണീരൊപ്പാൻ കൈകൾ ഉയർത്തുകയും ചെയ്യുന്ന ആളുകൾ ചുരുക്കമാണ്. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ പലപ്പോഴും സ്നേഹത്തോടെയും ആദരവോടെയും നോക്കി കാണാറുണ്ട്. ഒരു സംശയമില്ലാതെ എനിക്ക് പറയാൻ കഴിയും, താൻ തൻ്റെ സമ്പാദ്യത്തിലെ ഒരു നല്ല അംശം
ശ്രീ മുതുകാട് കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, മുതുകാട് ഇതുപോലെ മാനസികവും കായികവുമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടി തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം എന്നെ അദ്ദേഹം കൊണ്ടുപോയി മുഴുവൻ കാണിച്ചു. അദ്ദേഹത്തെ സഹായിക്കാൻ ആദ്യം മുന്നോട്ട് വന്ന ശ്രീ ഹരികുമാറാണ്. അങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. അതൊരു മനുഷ്യന്റെ ഉയർച്ചയിൽ, അദ്ദേഹം വളർച്ചയിൽ സന്തോഷിക്കുന്നതോടൊപ്പം സന്തോഷിക്കാൻ അവസരമില്ലാതെ പോകുന്ന പാവപ്പെട്ടവരുടെ കണ്ണുനീരൊപ്പാനുള്ള അദ്ദേഹത്തിന്റെ ഈ പരിശ്രമങ്ങളെ നമ്മളെല്ലാവരും ചേർന്ന് പിന്തുണയ്ക്കുകയും സഹായിക്കുകയുമാണ്. അമ്പലപ്പുഴ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കുന്ന അമ്പലപ്പുഴ പാൽപ്പായസം. ഈ പുസ്തകം തന്നെ പാൽപ്പായസത്തിന്റെ രുചിയോടെ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. തീർച്ചയായും അമ്പലപ്പുഴ കൃഷ്ണനെ പറ്റി പറയുന്നത്, നാടകശാലയിൽ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആളാണ് അമ്പലപ്പുഴ കൃഷ്ണൻ. അത് കണ്ടുപിടിച്ചപ്പോൾ, എഴുന്നേറ്റോടിയപ്പോൾ ആളുകളെല്ലാം കൂടി സത്യമായി വലിച്ചെറിഞ്ഞുകൊണ്ട് പോകുന്ന നാടകശാലയിലെ സംഭവം എല്ലാ വർഷവും അവിടെ അരങ്ങേറാം. ദൈവത്തെ പ്രത്യക്ഷത്തിൽ കണ്ടു എന്ന് എല്ലാവരും വിശ്വസിക്കുന്ന ഒരു സ്ഥലമാണ് അമ്പലപ്പുഴ. അമ്പലപ്പുഴയുടെ പവിത്രമായ മണ്ണിൽ ഈ മരുഭൂമിയിൽ വന്ന് കനകം വിളയിക്കാനും സ്വർഗം കണ്ടെത്താനും കഴിഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ ഹരികുമാറിന് എല്ലാവിധ ആശംസകൾ നേരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ മക്കളും എല്ലാം ഈ വിജയത്തിൽ അദ്ദേഹത്തിൻ്റെ കരുത്താണ്. അവർക്ക് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് ഭാവിയിൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് കടന്നു പോകാൻ സർവശക്തനായ ദൈവം അമ്പലപ്പുഴ കൃഷ്ണൻ അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. നമസ്കാരം. ജയ്. നന്ദി സർ. അടുത്തതായി പ്രിയപ്പെട്ട ശ്രീ സൈജു കുറുപ്പിന്റെ വാക്കുകൾ ശ്രദ്ധിക്കാം സർ, പ്ലീസ്. Good evening all. എല്ലാവർക്കും നമസ്കാരം. The biggest problem when we try to give a speech at the end is we have nothing left to say, which is not repetitive. അപ്പോൾ ലാസ്റ്റ് വന്നിട്ട് റിപ്പീറ്റേഷൻ ആവും. ഞാൻ വീണ്ടും എന്തെങ്കിലും പറഞ്ഞാൽ, അപ്പോൾ ഹരിചേട്ടനെ പറ്റി എന്തായാലും ഇവിടെയുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ കേരളത്തിൽ നിന്ന് വന്ന ആൾക്കാർക്കും അറിയാം. അപ്പോൾ ഞാൻ ഒരുപാട് ഹരിചേട്ടനെ പറ്റി ഇനി ഹരിചേട്ടൻ എന്തൊക്കെയാണ് ചെയ്തത് അതിനെപ്പറ്റി ഞാൻ പറയേണ്ട കാര്യമില്ല. പക്ഷേ ഡെഫിനറ്റ്ലി ഹരികഥ എന്ന് പറഞ്ഞ ഈ ഒരു പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല. പക്ഷേ ഇത് ഉറപ്പായിട്ട് ഞാൻ വായിക്കുന്നതായിരിക്കും. അത് എൻ്റെ ഒരു തോന്നലാണ്, എൻ്റെ ഒരു അറിവല്ല, എൻ്റെ ഒരു തോന്നലാണ്. അത് ഉറപ്പായിട്ടും ഒരുപാട് മോട്ടിവേഷണൽ കാര്യങ്ങൾ അതിനകത്ത് കാണും. അമ്പലപ്പുഴയിൽ നിന്ന് ആർ ഹരികുമാർ എന്ന് പറഞ്ഞ ഒരാൾ ദുബായിൽ വരുന്നു. ഇവിടെ അദ്ദേഹം ഒരു സാമ്രാജ്യം ഉണ്ടാക്കുന്നു. അതുണ്ടാക്കിയതിന് ശേഷം അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനു വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും വേണ്ടി അദ്ദേഹം പല സഹായങ്ങളും ചെയ്തു. അതൊരു വലിയ കാര്യം തന്നെയാണ്. എങ്ങനെ അദ്ദേഹം ഈ ഒരു ലെവലിലേക്ക് എത്തി, ബാക്കിയുള്ളവരെ സഹായിക്കാൻ പറ്റുന്നൊരു ലെവലിലേക്ക് എത്തി, അതാണ് നമുക്ക് അല്ലെങ്കിൽ ഞാൻ കാത്തിരിക്കുന്നത്. അത് വായിക്കാനാണ് എങ്ങനെ അവിടെ വരെ എത്തിയെന്നുള്ളത്. അത് നമുക്ക് സാധാരണക്കാർക്ക് എല്ലാവർക്കും അത് വായിച്ചിട്ട് ഒരു പ്രചോദനം കിട്ടാൻ സാധ്യതയുള്ളൊരു ഒരു പുസ്തകം തന്നെയായിരിക്കും. ബേസിക്കലി ഞാൻ ഈ റീഡിങ് ഹാബിറ്റ് അങ്ങനെ ഒരുപാട് ഇല്ലാത്തൊരാളാണ്. ഞാൻ സിനിമ വന്നതിന് ശേഷം പലരും പറയാറുണ്ട് കുറച്ച് വായനാശീലമൊക്കെ വേണം, എന്നാലേ ആക്ടിങ്ങിലൊക്കെ കുറച്ചുകൂടെ ബെറ്റർ ആകാൻ പറ്റുള്ളൂ. പക്ഷെ എനിക്ക് ആ ഒരു സ്കില്ല് എനിക്ക് കൊച്ചിലോട്ട് ഇല്ല. ഞാൻ വായിച്ചുകൊണ്ടിരുന്നത് കൂടുതലും ഫിലിം ഫെയറും സ്റ്റാർ ഡസ്റ്റ് പോലത്തെ മാഗസീൻസാണ്, സിനിമ റിലേറ്റഡ് മാഗസീൻസാണ്. ഒരിക്കലും സിനിമ വരുമെന്ന് ഓർക്കുന്നില്ല, പക്ഷേ എനിക്കിഷ്ടം സിനിമാ കഥകൾ വായിക്കാനായിരുന്നു. അങ്ങനെ ഞാൻ സിനിമ വന്നതിന് ശേഷം പിന്നെ ഒന്ന് രണ്ട് വലിയ പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അത് സിനിമ റിലേറ്റഡ് തന്നെയായിരുന്നു. മേക്കിംഗ് ഓഫ് ഷോലെ, മേക്കിംഗ് ഓഫ് ദിൽവാലെ ദുൽഹനിയ ലെ ജായേംഗെ, അങ്ങനെയുള്ളത്. പക്ഷേ ഞാൻ പറഞ്ഞു തന്നത്, ഞാൻ ഹരികഥ എന്ന് പറഞ്ഞ പുസ്തകം ഉറപ്പായിട്ടും വായിക്കുന്നതായിരിക്കും. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് കൂടാണ്ട് ഹരിചേട്ടൻ എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട ഒരു ആളാണ്.
എന്നെ പരിചയപ്പെടുത്തുന്നത് എം ജി ശ്രീകുമാർ സാറാണ്. എം ജി ശ്രീകുമാർ സാറാണ് എന്നെ സിനിമയിലേക്ക് കൊണ്ടുവരുന്നത്, എന്നെ ഹരിഹരൻ സാറോട് പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹം ഞാൻ 2004 സിനിമ വരുന്നത്. 2004 ഞാൻ ആദ്യം എം ജി ശ്രീകുമാർ സാറിനെ ട്രിവാൻഡ്രത്ത് തൈക്കാട് വീട്ടിൽ വെച്ച് ഞാൻ പരിചയപ്പെടുന്നത്. അതിനുശേഷം ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞു ആദ്യമായിട്ട് ആണ് എം ജി ശ്രീകുമാർ സാറിനെ വിളിച്ച് പറയുന്നത്, ഒരു കാര്യം പറയുന്നത്. ഒന്ന്, അമ്പലപ്പുഴ വരെ ഈ ഡേറ്റിന് ഒന്ന് പോകാൻ പറ്റുമോ? എൻ്റെ ഒരു വളരെ ആത്മാർത്ഥ സുഹൃത്ത് ഹരികുമാറുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അവിടെ പോകണം. അപ്പോൾ ഞാൻ അപ്പോഴേ തീരുമാനിച്ച് ഞാൻ എന്തായാലും പോയിരിക്കും. ശ്രീകുമാർ സാർ ആദ്യമായിട്ട് എന്നോടൊരു കാര്യം പറയുന്നതാണ്. ഞാൻ ചെന്നു ഹരിച്ചേട്ടനെ പരിചയപ്പെട്ടു. ഹരിച്ചേട്ടന് എന്തുമാത്രം ആ അമ്പലപ്പുഴയിലുള്ള ആൾക്കാരുടെ ഹൃദയത്തിൽ അദ്ദേഹത്തിന് എത്ര സ്ഥാനമുണ്ട്, എത്ര വലിയ സ്ഥാനമുണ്ടെന്നത് ഞാൻ മനസ്സിലാക്കി, അദ്ദേഹത്തിന് മനസ്സിലാക്കി. ഇപ്പം ഹരിച്ചേട്ടൻ എൻ്റെ ഒരു ജ്യേഷ്ഠതുല്യനാണ്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എന്തായാലും ആർ ഹരികുമാർ എന്ന് പറഞ്ഞ ഒരു വ്യവസായി എത്രമാത്രം വലിയൊരു വിജയമായി, അതുപോലെ തന്നെ ഹരികഥ എന്ന് പറഞ്ഞ ആ പുസ്തകം ഒരു വലിയ വിജയമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു. താങ്ക് യു സർ. ഇനി ആശംസാ പ്രസംഗമാണ്. ആശംസകൾ നേരുന്നതിനായി INTUC സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ആർ ചന്ദ്രശേഖരൻ അവരുടെ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. സർ പ്ലീസ്. വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, ഇതിനൊരു ആശംസ പറയുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ജയകുമാർ സാറിനെ പോലെ ഉള്ള ആളുകൾ വർത്തമാനം പറയുന്നിടത്ത് ഇനി അതിനെക്കുറിച്ചൊന്ന് പറയുക അസാധ്യമാണ്. ശ്രീ ഹരികുമാർ ആ പുസ്തകം ഇങ്ങനെ ഓടിച്ചു നോക്കിയപ്പോൾ എവിടുന്ന് തുടങ്ങി എവിടെ എത്തി എന്നുള്ളതാണ്. അധ്വാനിക്കുന്നവർക്ക് ഒരു മാതൃകയാക്കാൻ കഴിയും. ഒരു വളർച്ചയോടൊപ്പം സമൂഹത്തിൻ്റെ തളർച്ചയിൽ ഏർപ്പെട്ട് നിൽക്കുന്ന ആളുകളെ കൂടി കൈപിടിച്ച് കൊണ്ടുവരാനുള്ള ഒരു പരിശ്രമം. ആ പരിശ്രമത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ശ്രീ ഹരികുമാർ. ഞാൻ പരിചയപ്പെട്ടതിന് ശേഷം ഇന്ന് വരെ ഒരു ദിവസവും ഞങ്ങൾ തമ്മിൽ ബന്ധപ്പെടാതെ പോകാറില്ല. അത്രമാത്രം സ്നേഹം ചൊരിയുന്നു. എന്നാൽ കർക്കശക്കാരനായി അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർക്കൊക്കെ അറിയാം. അദ്ദേഹം ആ ജോലിക്ക് പുറത്തു നിൽക്കുമ്പോൾ വളരെ സൗമ്യനായ ഹരികുമാർ, ജോലിയിലേക്ക് കടന്നു കയറുമ്പോൾ ഏറ്റവും കർക്കശനായ മുണ്ടെടുത്ത ഹരികുമാറും പാൻറ്റിട്ട ഹരികുമാറും എന്ന് പലരും പറയുന്ന ഹരി ഒരു വലിയ വലിയ മഹാസംഭവം തന്നെയാണ്. ഒരുപാട് വ്യക്തികളെ ലോകത്ത് പല സ്ഥലങ്ങളിൽ വെച്ച് കാണാനിടയായിട്ടുണ്ട്. ഇത്രമാത്രം എല്ലാ തലങ്ങളിലേക്കും ഇറങ്ങാൻ കഴിയും. നല്ല കലാബോധമുള്ള, നല്ല സാംസ്കാരിക നിലവാരമുള്ള, നല്ല അധ്വാനശീലമുള്ള, അതുപോലെ തന്നെ നല്ല സംഭാവനാശീലമുള്ള, പാവങ്ങളെ സഹായിക്കാനുള്ള മനസ്സുള്ള, എന്നാൽ അതിലൊക്കെ ഉപരി ഈശ്വര ചിന്തയുള്ള ഒരു നല്ല മനുഷ്യൻ്റെ ഇതിഹാസ തുല്യമായ ജീവിതത്തിൻ്റെ ഒരു ചെറിയ പതിപ്പ് മാത്രമാണ് ഈ ഹരികഥ എന്ന പുസ്തകം. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇനിയുള്ള നാളുകളിൽ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും കുട്ടികൾക്കും പേരക്കുട്ടികൾക്കും, ഇങ്ങനെ കുടുംബത്തെ പരിലാളിക്കുന്നവർ തന്നെ വളരെ വളരെ കുറവാണ് എന്നെനിക്ക് ബോധ്യമുള്ളതുകൊണ്ട് അവർക്കെല്ലാം നന്മ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഹരിക്ക് ദീർഘായുസ്സും സർവൈശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഈ പുസ്തകത്തിൻ്റെ പ്രകാശന വേളയിൽ അതിൻ്റെ നാമധേയത്തെ പ്രാർത്ഥിക്കുന്നു. ജയ് ഹിന്ദ്. നന്ദി സർ. ഇനി ആശംസകൾ നേർന്ന് സംസാരിക്കുന്നതിനായി അഡ്വക്കേറ്റ് രാജൻ പിള്ള അവരുടെ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. സർ പ്ലീസ്.
വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയമുള്ളവർ, ഒരു ദീർഘമായ ആശംസാ പ്രസംഗത്തിലൊന്നും ഞാൻ മുതിരുന്നില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം, ഹരിച്ചേട്ടൻ്റെ കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഹരിച്ചേട്ടൻ്റെ കമ്പനിയിലെ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും ഒരു സുദിനം കൂടിയാണ്. ഇങ്ങനെയൊരു പുസ്തകം രചിക്കാനിടയായതിൻ്റെ സാഹചര്യവും സന്ദർഭവും ഒക്കെ വളരെ വിശദമായി ഇവിടെ പ്രതിപാദിച്ചു. എനിക്ക് അദ്ദേഹം ഒരു ജ്യേഷ്ഠ സഹോദരനാണ്. എൻ്റെ മകനാണ് അദ്ദേഹത്തിൻ്റെ ഇളയ മകളെ വിവാഹം കഴിച്ചത്. പക്ഷെ അതിനേക്കാൾ ഉപരി സാധാരണ വിവാഹം കഴിക്കുമ്പോൾ ആ ബന്ധം എന്ന് പറയുന്നത് ഒരുപക്ഷെ അത് അളിയൻ എന്നുള്ള നിലയിൽ തന്നെയായിരിക്കും. പക്ഷെ ഇവിടെ അതല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അദ്ദേഹം ഒരു ജ്യേഷ്ഠനാണ്. അദ്ദേഹത്തിന് ഞാൻ അനുജനും കൂടിയാണ്. ഇങ്ങനെയൊരു പുസ്തകം സാധാരണ നമുക്കറിയാം, 110 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ എത്ര പേർക്ക് ഇങ്ങനെയൊക്കെ പുസ്തകങ്ങൾ എഴുതാൻ കഴിയും എന്നുള്ളത് നാം ചിന്തിക്കേണ്ടത്. വളരെ കുറച്ച് വിരലിലുണ്ടാകുന്നവർക്ക് മാത്രമേ ഇത്തരം പുസ്തകങ്ങൾ രചിക്കാനും എഴുതാനും കഴിയുകയുള്ളൂ. തൻ്റെ പ്രഭാസ ജീവിതം കൊണ്ട് താൻ പടുത്തുയർത്തിയ രംഗങ്ങൾ വളരെ സജീവമാക്കാനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു വലിയ സമൂഹം അദ്ദേഹത്തിൻ്റെ സ്വത്താണ്. അദ്ദേഹം എന്നും അത് അഭിമാനത്തോടു കൂടി പറയാറുണ്ട്. ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിലും അതിൻ്റെ സൗഭാഗ്യം കൊണ്ട് മാത്രമല്ല, ഞാൻ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ തൊഴിലാളി സമൂഹത്തിന് മാത്രമുള്ളതാണെന്ന് അദ്ദേഹം എക്കാലത്തും എപ്പോഴും പറയാറുള്ളത്. ഞാൻ ദീർഘമായി അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ഇത്തരം പുസ്തകങ്ങൾ ഒരു മാനേജ്മെൻറ്റ്, ഒരു MBA വിദ്യാർത്ഥികൾക്കുള്ള ഒരു പഠിതമാക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണ്. ഞാനത് പറയുന്നത്, അദ്ദേഹം ഒരിക്കൽ ഞങ്ങളുടെ കോളേജിൽ വന്ന് ക്ലാസ് എടുക്കുന്നുണ്ട്. ആ വിദ്യാർത്ഥിനി സമൂഹത്തിന് അദ്ദേഹം ഇന്നും ഒരു മെൻറ്ററാണ്. പക്ഷെ അവിടെ പഠിപ്പിക്കുന്ന ഒരു പ്രൊഫസറേക്കാൾ കൂടുതൽ ഭംഗിയായി അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത ചരിത്രം തന്നെ അവിടെ വരച്ചു കാട്ടിക്കൊണ്ടായി. ആ കുട്ടികൾക്കൊക്കെ ഇന്ന് പക്ഷെ അവരൊക്കെ അദ്ദേഹം ഇട്ട ഈ ഇൻ്റർനെറ്റിൽ കൂടെ ഇന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വളരെ സന്തോഷം തോന്നി. അദ്ദേഹത്തിനും കുടുംബത്തിനും സർവ്വവിധ ഐശ്വര്യങ്ങളും മംഗളങ്ങളും, അതിനോടൊപ്പം അദ്ദേഹത്തിന് പണിയെടുക്കുന്ന തൊഴിൽശാലകൾ, അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്ത് പണിയെടുക്കുന്ന എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി സർ. അടുത്തതായി ആശംസാ പ്രസംഗത്തിനായി ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ പ്രസിഡന്റ് ശ്രീ YA റഹീം അവരുടെ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. വേദിയിൽ വിശിഷ്ടരായ മാന്യ വ്യക്തിത്വങ്ങളെ, ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിൻ്റെ സഹോദരങ്ങളെ, ഹരിയേട്ടൻ ഒരു പുസ്തകം എഴുതി. ഇവിടെ ഷാർജ അന്തർദേശീയ പുസ്തകമേളയിൽ ഏറ്റവും വലിയൊരു പുസ്തകം പ്രകാശനമായി അത് മാറിയതല്ല, അത് ജനങ്ങൾ തന്നെ നെഞ്ചിലേറ്റി മാറ്റിയ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹരിയേട്ടനെ കുറിച്ച് ഇവിടെ പറഞ്ഞതെല്ലാം അക്ഷരം പ്രതി 100% ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, ശരിവയ്ക്കുന്നു. കൂടുതൽ സമയം ഇല്ലാതെ നിങ്ങൾക്കറിയാം. നമ്മുടെ അസോസിയേഷനുമായി ബന്ധപ്പെട്ട്, സംഘടനകളുമായി ബന്ധപ്പെട്ട് ഷാർജയിൽ ആര് സമീപിച്ചാൽ വാരിക്കോരിക്കൊടുക്കുന്ന സവിശേഷമായ ഒരു സ്വഭാവമുള്ള വ്യക്തിത്വമാണ്. EP ജോൺസൺ ഇപ്പോൾ ഉണ്ട്. ഞാൻ വൈസ് പ്രസിഡൻ്റായിരുന്ന കാലത്ത് നമ്മുടെ അലക്സിനെ കുറിച്ച് അദ്ദേഹം EP-യിൽ നിന്ന് അറിഞ്ഞപ്പോൾ തന്നെ അന്ന് കൊറോണയിൽ എല്ലാവരും പരസ്പരം ആഹാരം പോലും ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടമാണ്. 1 ലക്ഷം ദർഹത്തിൻ്റെ ചെക്ക് എഴുതിക്കൊണ്ട് അദ്ദേഹം അസോസിയേഷനിലേക്ക് കടന്നു വന്നു. അത് കഴിഞ്ഞു ഓണാഘോഷം ഉൾപ്പെടെ എല്ലാ ആഘോഷങ്ങൾക്കും അദ്ദേഹത്തിൻ്റെതായ സാമ്പത്തിക സഹായം ഇന്ത്യൻ അസോസിയേഷൻ നൽകുന്നു. അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം നമ്മളെല്ലാം
വാങ്ങി വായിച്ചാൽ നമുക്കൊക്കെ ഹരിയേറ്റ് ആകാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പുസ്തകമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അദ്ദേഹത്തിനും കുടുംബത്തിനും സർവേശ്വരൻ ആയുരാരോഗ്യം സൗഖ്യം പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. നന്ദി സർ. ഇനി കഥാകാരന്റെ വാക്കുകൾ ശ്രദ്ധിക്കാം. നിറഞ്ഞ കയ്യടിയോടുകൂടി സ്വാഗതം ചെയ്യാം മറുപടി പ്രസംഗത്തിനായി ഹരികഥയുടെ ലേഖകനും എലൈറ്റ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീ ആർ ഹരികുമാർ സർ. വേദിയിലിരിക്കുന്ന സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങളിലെ പ്രശസ്തരായ എൻ്റെ സഹോദര സ്ഥാനത്തും സുഹൃത്ത് സ്ഥാനത്തും നിൽക്കുന്ന മാന്യദേഹങ്ങളെ, മറ്റ് ക്ഷണിക്കപ്പെട്ട അതിഥികളെ, എൻ്റെ സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, എൻ്റെ ഫാമിലി കുടുംബാംഗങ്ങളെ, ഞാനെന്ന മനുഷ്യൻ ഇന്നിവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു സന്തോഷത്തിന് അതിരില്ല. അത്രത്തോളം വലിയൊരു ടെൻഷനിലുമാണ് ഞാനിപ്പോൾ. അതെൻ്റെ സംസാരത്തിൽ നിന്ന് ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് അനുവദിച്ചിരുന്ന സമയം വളരെ കഴിഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ് നിർത്താൻ പറയുക എന്നുള്ളത് എനിക്കറിയില്ല. എന്താണേലും ഒരു 2-3 കാര്യം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിച്ചോളാം. എനിക്ക് പറയാനുള്ളത് ഈ ബുക്കിനെ കുറിച്ചല്ല. ഞാൻ എൻ്റെ ജീവിതത്തിനെ 3 തരംതിരിക്കുമ്പോൾ, ഒന്ന് 20 വയസ്സ് വരെയുള്ള എന്നെ പ്രസവിച്ച എൻ്റെ അമ്മ, എന്നെ പോറ്റി വളർത്തിയ എൻ്റെ അച്ഛൻ, എൻ്റെ ഫാമിലി, അവരെന്നെ വിദ്യാഭ്യാസം ചെയ്യിപ്പിച്ചിട്ട് 20ാമത്തെ വയസ്സിൽ ഞാൻ നാടുവിടുമ്പോൾ ആദ്യത്തെ 20 വർഷത്തെ ഒരു ഭാഗത്തെ എന്നെ ആദ്യഖണ്ഡം എന്ന് വിവരിച്ചാൽ അവിടെ ഞാൻ ഒരു ഇന്ത്യക്കാരനാകുന്ന ഒരു മലയാളിയാണ്. അപ്പോൾ ആ നാടിനെ ഞാൻ എൻ്റെ പോറ്റമ്മ എന്ന് വിളിക്കുന്നു. അത് കഴിഞ്ഞ് അടുത്ത 20 വർഷം ഞാൻ അവിടെ നിന്ന് സൗദി അറേബ്യയിലേക്ക് ചേക്കേറുന്നു. 20 വർഷം ഞാൻ അവിടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. 20 വർഷവും ഞാൻ ആ സ്ഥാപനത്തിൽ നിന്ന് ജോലി ചെയ്തു. ആ സ്ഥാപനത്തിൽ നിന്ന് ഞാൻ പോരുമ്പോൾ എനിക്ക് തോന്നി ഞാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ടായിരിക്കും ഈ സ്ഥാപനത്തിൽ നിന്ന് പോവുക. എനിക്കൊരു 60 വയസ്സായിട്ട് ഞാൻ ഈ സ്ഥാപനത്തിൽ നിന്ന് പോവുള്ളൂ എന്ന് വിചാരിച്ച് ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് ഒരു അഭിപ്രായ വ്യത്യാസത്തിന് പുറത്ത് എൻ്റെ പിടിവാശിയും അഹങ്കാരവും കൊണ്ട് എൻ്റെ വീട്ടുകാരും സൗഹൃദത്തിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, നിന്റെ അഹങ്കാരമാണ് നീ ജോലി വിട്ട് പോകുന്നത്. പക്ഷേ അതിൻ്റെ ഒരു തീരുമാനമായിരുന്നു. അതെനിക്ക് ഇഷ്ടപ്പെടാത്ത, എൻ്റെ കൂറിന് പിടിക്കാത്ത ഒരു പരിപാടിയായതുകൊണ്ട് ഞാൻ ആ രാജ്യം 40ാമത്തെ വയസ്സിൽ വിടുമ്പോൾ, 44ാമത്തെ വയസ്സിൽ വിടുമ്പോൾ ആ 2ാമത്തെ ഭാഗത്തെ ഞാൻ എൻ്റെ സൗദി ജീവിതത്തെ എന്നെ എന്താണ് അലുമിനിയം എന്ന് പഠിപ്പിച്ച്, എങ്ങനെയാണ് അതുകൊണ്ട് നീ ഭാവിയിൽ ജീവിക്കണം, ഇതുകൊണ്ട് നമുക്ക് ജീവിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലൊരു ധൈര്യത്തിലൂടെ നമ്മൾ വന്നപ്പോൾ ഞാൻ ആ രാജ്യം വിടുന്നു. ഞാനും എൻ്റെ ഫാമിലി, എൻ്റെ വൈഫും 2 കുട്ടികളുമായിട്ട് ഞാൻ ആ രാജ്യം വിടുന്നു. അപ്പോൾ ആ 20-22 കൊല്ലത്തെ ഞാൻ എൻ്റെ വളർത്തമ്മ എന്ന് ഞാൻ സൗദി അറേബ്യയിൽ വിളിക്കുന്നു. അതിനുശേഷം ഞാൻ ഈ UAE കയറുന്നു. ഇന്ന് നിങ്ങളെ കണക്കുള്ള ഇത്രയും വലിയ എന്നെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ മനസ്സിന് ആഹ്ലാദം സദാവുന്നതിൻ്റെ മാക്സിമം തന്നിരിക്കുന്ന ഈ ഒരു സമൂഹത്തിന് മുമ്പിൽ ഇങ്ങനെ നിന്ന് സംസാരിക്കാൻ എനിക്ക് അവസരമുണ്ടാക്കുന്ന ഈ രാജ്യത്തോട് ഞാനാണ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വ്യക്തിപരമായ കഴിവുകൾ കൊണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ സഹായങ്ങൾ കൊണ്ടോ, ദൈവത്തിൻ്റെ സഹായം കൊണ്ടോ, എൻ്റെ മാതാപിതാക്കളുടെ അനുഗ്രഹം കൊണ്ടോ, എൻ്റെ കുടുംബക്കാരുടെ അനുഗ്രഹം കൊണ്ടോ, എൻ്റെ സുഹൃത്തുക്കളുടെ നിരന്തരമായുള്ള എനിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ ഫലങ്ങളോ എന്തുമായിക്കൊള്ളട്ടെ, എന്നെ കണക്ക് ഒരു വ്യവസായിയെ സൃഷ്ടിക്കാൻ കഴിഞ്ഞ ഈ രാജ്യത്തിൻ്റെ മണ്ണിൽ തൊട്ട് ഞാൻ സംസാരിക്കുന്നു. ഈ മണ്ണിനെ ഞാൻ എൻ്റെ പോറ്റമ്മ എന്ന് വിളിക്കുന്നു. എന്നെ പോറ്റിയത് എന്നിലുള്ളതായ കഴിവുകളെ വളർത്തിയെടുക്കാൻ ഈ രാജ്യത്തെ ഭരണാധികാരികൾ അവരെന്നോട് കാണിച്ചിരിക്കുന്ന സ്നേഹാദരങ്ങളും എനിക്ക് ഇവിടെ ഒരു വ്യവസായം ചെയ്യാനുണ്ടാക്കുന്ന അവസരങ്ങളും, അത് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും എൻ്റെ കുടുംബത്തിന് മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. പക്ഷേ ഞാനിന്ന് ഈ രാജ്യത്ത് ഒരു സാധാരണക്കാരനായ ഒരു സ്ഥാപനത്തിൽ വന്ന് ദുബായ് ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്ന കമ്പനിയിൽ 7 വർഷം ജോലി ചെയ്തതിനു ശേഷം എന്നെ ഇന്ന് ഈ നിലയിൽ നിങ്ങളെയൊക്കെ മുമ്പിൽ നിന്ന് ഇത്ര ആത്മധൈര്യത്തോടെ സംസാരിക്കുന്നതിന് എനിക്ക് സാഹചര്യം ഉണ്ടാക്കുന്ന വ്യക്തിത്വമാണ്
എൻ്റെ വലതുവശിരിക്കുന്ന ശ്രീ ഒബൈദ് അൽ സദാൻ. ഞാൻ ആ അദ്ദേഹത്തിൻ്റെ തലയിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ ബാക്കി കഴിഞ്ഞു. ഈ വ്യക്തിത്വമാണ് ഈ ഒബൈദ് അൽ ഇസ്ലാമി എന്ന് പറയുന്ന ഈ നല്ല മനുഷ്യൻ. ഞാൻ ഈ രാജ്യത്ത് വന്ന് ആദ്യമായി പരിചയപ്പെട്ട വളർത്തി അദ്ദേഹമാണ് എൻ്റെ ഇന്നത്തെ ഈ നിലയ്ക്ക്. ഞാൻ പറയുന്നത് അദ്ദേഹത്തെ മനസ്സിലാക്കുന്നില്ല. കാര്യം ഞാൻ ആ ഭാഷയിലോട്ട് എൻ്റെ സംസാരം മാറ്റുമ്പോൾ എൻ്റെ അതിനകത്തുള്ള അറിവുകളും ഗ്രാമാറ്റിക്കൽ പ്രോബ്ലംസും കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ മനസ്സിലുള്ളത് തുറന്ന് പറയേണ്ടത് മലയാളമാണെന്ന് തോന്നുന്നതുകൊണ്ട് ഈ സദസ്സിൽ ആ ഭാഷ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പറയുന്നു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞത് അദ്ദേഹം പിന്നെ പറഞ്ഞു കൊടുത്തോളാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആൾക്കാർ അദ്ദേഹത്തോട് ഞാൻ എന്താ പറഞ്ഞത് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ആ രീതിയിൽ തന്നെ പറഞ്ഞു. അപ്പം ഞാൻ പറയുന്നത് ഈ വ്യക്തിത്വമാണ് എന്നെ നുസ്രത്ത് ഫർഹാൻ സഹാബന എന്ന് പറയുന്ന ഒരു വലിയ വ്യവസായമായിട്ട് ബന്ധപ്പെടുത്തിയതും അദ്ദേഹം എനിക്ക് ആദ്യം എൻ്റെ കൈപിടിച്ച് എന്നെ പൊക്കി വിട്ടതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് ഇന്നിവിടെ നിന്ന് നിങ്ങളെയൊക്കെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ എന്നെ വളർത്തിയ എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും എൻ്റെ കുടുംബങ്ങളും അവരുടെ പ്രാർത്ഥന, ദൈവകാരുണ്യം. ഇതല്ലാതെ ഞാൻ പറഞ്ഞു ദൈവകാരുണ്യം, എൻ്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥന, നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന, നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണം, ഈ വലിയ മനുഷ്യൻ്റെ സഹായം, നുസ്രത്ത് ഫർഹാൻ സഹാബന എന്ന് പറയുന്ന ആളിൻ്റെ കരങ്ങളുടെ എൻ്റെ കരങ്ങളായി ഉയർത്തിപ്പിടിച്ചതിൻ്റെ പ്രതിഫലനം ഈ രാജ്യത്തിലെ ഭരണാധികാരികൾ ഈ രാജ്യം എനിക്ക് തന്ന ഇങ്ങനെ ഒരു സംരംഭം ഇവിടെ വളർത്തിയെടുക്കാൻ തന്നിരുന്ന ആ ഒരു വലിയ സംസ്കാരത്തിൻ്റെ എല്ലാം കൂടെ ചേർന്നപ്പോൾ എലൈറ്റ് ഗ്രൂപ്പ് ഓഫ് കമ്പനിയുണ്ട്. അതൊന്നും എൻ്റെ കഴിവല്ല. എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന, എന്നെ ഞാനാക്കാൻ എൻ്റെ കൂടെ നിന്ന് ഇത് പോരാ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനിയും ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ പല സഹപ്രവർത്തകരുണ്ട്. എല്ലാവരുടെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല. പക്ഷേ അവരെല്ലാം തന്നെയാണ് എന്നെ കണക്കുള്ള ഒരു വ്യക്തിത്വത്തെ വാർത്തെടുക്കാൻ ഉപകരിച്ചത് അല്ലെങ്കിൽ സഹായിച്ചത്. അത് പറയുമ്പോൾ സ്വല്പമൊക്കെ നമ്മുടെ വികാരത്തിനാവും, എന്ത് വായിക്കട്ടെ. അപ്പോൾ ഇപ്പോഴും ഇന്നത്തെ എൻ്റെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ, ഇന്ന് ഞാൻ ഇവിടെ കേട്ട എന്നിലോട്ട് വാരി ചൊരിഞ്ഞ ഈ ഓരോ പ്രാസംഗികരും ആശംസകൾ പറഞ്ഞവരും എന്നിലോട്ട് വാരി ചൊരിഞ്ഞിരിക്കുന്നതായ ഒത്തിരി നല്ല വാക്കുകൾ. പക്ഷേ ഇത്രയും വലിയൊരു ജനാവലിയുടെ മുമ്പിൽ വെച്ച് ഞാൻ ഈ പുറത്തിറക്കുന്ന ഈ പുസ്തകം എന്ന പ്രകാശനം എന്ന പുസ്തകത്തിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് ചോദിച്ചാൽ ശരിക്കും എനിക്കറിയില്ല. ഈ പുസ്തകം എഴുതിയത് ഞാനല്ല. വളരെ സത്യസന്ധമായി പറയുന്നു. ഈ പുസ്തകത്തിന് വേണ്ടി എൻ്റെ കഥ ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്. അത് എൻ്റെ കൂടെ ഇരുന്ന് കഴിഞ്ഞ 2.5 കൊല്ലമായി എൻ്റെ ഹോളിഡേയ്സിൽ എൻ്റെ ഓഫീസിൽ വന്നിരുന്ന് ഞാൻ പറയുന്ന മുഴുവൻ കേട്ട് വെട്ടിയും തിരുത്തിയും ഈ പുസ്തകത്തിനെ ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്ന രീതിയിൽ ഉണ്ടാക്കി തന്ന ഒരു വലിയ മനുഷ്യനുണ്ട്. ഒരു ചെറിയ മനുഷ്യൻ കണ്ടാൽ പക്ഷെ വലിയ മനസ്സുള്ളൊരു മനുഷ്യൻ. അതാണ് അഷർഗാന്ധി എന്ന് നാം വിളിക്കുന്നത്. ആ ചെറുപ്പക്കാരനാണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചത്. കഴിഞ്ഞ 1 മാസമായിട്ട് ഞാൻ സുഖമില്ലാതെ ബെഡ് റെസ്റ്റിലായിരുന്നു. എനിക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ നമുക്ക് എൻ്റെ ഒരു കംപ്ലീറ്റ് ചിത്രം ഈ പുസ്തകത്തിൽ ചോദിച്ചാൽ എനിക്ക് പറയാനില്ല. ഈ പുസ്തകം ഞാനിതുവരെ വായിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു ടെൻഷൻ, നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇതിനകത്ത് വല്ലതോ സത്യത്തിൽ അറിയില്ല. അങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഞാൻ നിങ്ങളെ പറ്റിക്കുകയായിരിക്കും. കാരണം 950 ചിലവാനും പേപ്പറുകൾ ഞങ്ങൾ എഴുതി മാറ്റിയിട്ടുണ്ട്. അങ്ങനെ 950 ചിലവാനും പേപ്പറുകൾ നിന്ന് എഡിറ്റ് ചെയ്ത് ഇത്രയും വലിയൊരു ബുക്കാക്കാൻ പറ്റാത്തത് കൊണ്ട് അതിനെ ഒരു 400 ചിലവാനും പേപ്പറിൽ പേജുകളിൽ താഴെയുള്ള ഒരു പുസ്തകമായിട്ടാണ് ഇപ്പോൾ ഇതിനെ നമ്മൾ ഇറക്കിയിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ പറയേണ്ടതിനെക്കുറിച്ച് ഒത്തിരി ആൾക്കാരെക്കുറിച്ച് എവിടെയെങ്കിലും അത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരെക്കുറിച്ചും എൻ്റെ മനസ്സിലുള്ളതല്ല ഞാൻ വരച്ച് കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആരെയെങ്കിലും കുറിച്ച് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു ബിസിനസ് തിയറി, ഒരു മാനേജ്മെന്റ് തിയറി അതിനകത്ത് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു, അതിനകത്തില്ല എങ്കിൽ ഞാൻ അതിൻ്റെ 2ാം ഭാഗത്തിൽ കൂടി എല്ലാ വർഷവും ഇത് വെളിലാക്കാൻ താല്പര്യം എനിക്കില്ലാത്തത് കൊണ്ട് മിനിമം ഒരു 2 കൊല്ലത്തെ ഗ്യാപ്പിൽ എനിക്ക് ആയുസ് ദൈവം തരികയാണെങ്കിൽ ബാക്കി കൂടെ തീർത്ത് 2ാമത്തെ വോളിയമായി ഇറക്കി ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കും എന്നൊരു വാക്ക് മാത്രം പറയുന്നു. പക്ഷേ ഇന്ന് ഞാൻ നടക്കുമ്പോൾ എൻ്റെ ഈ പുസ്തകം വായിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളും സഹോദരങ്ങളും എന്നോട് പ്രവർത്തിക്കുന്നവരുമായ ആൾക്കാരുടെ ആ റിഫ്ലക്ഷൻ എന്താണെന്ന് പറഞ്ഞ ശേഷം മാത്രമേ ഈ ബുക്ക് എത്രമാത്രം അർത്ഥവത്തായി എന്ന് എനിക്ക് പറയാൻ സാധിക്കുള്ളൂ. അപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ കമൻറ്റുകൾ അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ഇത് പുസ്തകം കൊണ്ട് അതിനെ കുറിച്ച് പറയാൻ മറക്കരുത്.
എൻ്റെ ജീവിതത്തിൽ ഞാൻ നേടിയതൊന്നും എൻ്റെതല്ല, ഞാൻ നേടിയത് മുഴുവൻ എനിക്കുള്ളതല്ല. ഞാൻ അതുകൊണ്ട് എൻ്റെ കുടുംബത്തിന് വേണ്ടി മാത്രം നീക്കി വെച്ചിരിക്കുന്നതുമല്ല. എനിക്ക് എൻ്റെതായ ചില കാൽക്കുലേഷൻസ് ഉണ്ട്. ആ കാൽക്കുലേഷൻസ് ഉള്ളിൽ നിന്നുകൊണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനൊരു സമൂഹത്തിനും എൻ്റെ കൺട്രോളിൽ എൻ്റെ കയ്യിലുള്ള അവസ്ഥ വെച്ചിട്ട് അതെപ്പോഴും ആർക്കും വീതം വെക്കാൻ ഞാൻ തയ്യാറാണ്. നന്ദി, നമസ്കാരം. വാക്കുകൾക്ക് നന്ദി സർ. താങ്ക് യു ഫോർ യുവർ ഇൻസ്പയറിംഗ് വേർഡ്സ്. ഇനി ഹരികഥ പുരസ്കാര സമർപ്പണ ചടങ്ങാണ് ഈ വേദിയിൽ നടക്കുന്നത്. കോവിഡ് കാലത്ത് സ്വന്തം ജീവനക്കാരുൾപ്പെടെ നിരവധി പേരെ നാട്ടിലെത്തിക്കാൻ തികച്ചും സൗജന്യമായി ചാർട്ടേഡ് വിമാനം തയ്യാറാക്കി നൽകിയതുൾപ്പെടെ നിരവധി സേവനങ്ങൾ നടത്തിയ ശ്രീ ആർ ഹരികുമാർ ഹരികഥയിൽ തന്റെ പുസ്തകത്തിൽ ഈ അനുഭവങ്ങൾക്കൊപ്പം കോവിഡ് കാലത്ത് വാർത്തകൾ നൽകിയും ലേഖനങ്ങളിലൂടെയും പിന്തുണച്ച പ്രചോദിപ്പിച്ച മാധ്യമ പ്രവർത്തകരെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അവർക്ക് ഇന്ന് ഈ വേദിയിൽ വെച്ച് ഹരികഥാ പുരസ്കാരം സമർപ്പിക്കുകയാണ്. ഹരികഥാ പുരസ്കാരങ്ങൾ നൽകുന്നതിനായി ഏറെ ബഹുമാന്യനായ MLA ശ്രീ രമേശ് ചെന്നിത്തല അവർകളെ സാദരം ക്ഷണിക്കുന്നു. ഹരികഥാ പുരസ്കാരം സ്വീകരിക്കുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് മീഡിയ വൺ മിഡിൽ ഈസ്റ്റ് എഡിറ്റോറിയൽ ഓപ്പറേഷൻസ് ഹെഡ് ശ്രീ MCA നാസർ. Ladies and gentlemen, let's give a huge round of applause to Sri MCA Nasser, Media One Middle East Editorial Operations Head, who is receiving the Harikatha Awards. Thank you, sir. അടുത്തതായി ഹരികഥ പുരസ്കാരം സ്വീകരിക്കുന്നതിനായി എഡിറ്റോറിയൽ മാനേജിംഗ് ഡയറക്ടറും ചീഫ് എഡിറ്ററുമായ ശ്രീ അരുൺ രാഘവനെ ക്ഷണിക്കുകയാണ് വേദിയിലേക്ക്. Ladies and gentlemen, Sri Arun Raghavan receiving the Harikatha Award. Editorial Managing Director, Chief Editor Sri Arun Raghavan ഹരികഥ പുരസ്കാരം സ്വീകരിക്കുകയാണ്. ഇനി ഹരികഥ പുരസ്കാരം സ്വീകരിക്കുന്നതിനായി മനോരമ ഓൺലൈൻ ഗൾഫ് കറസ്പോണ്ടന്റ് ശ്രീ സാദിഖ് കാവ്യനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. Ladies and gentlemen, Sri Sadiq Kavil receiving the Harikatha Award from Sri Ramesh Chandra. അടുത്തതായി ഹരികഥ പുരസ്കാരം സ്വീകരിക്കുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് സിരാജ് ദിനപത്രം അബുദാബി ബ്യൂറോ ചീഫ് ശ്രീ റാഷിദ് പൂമാടം. Sri Rashid Pumadam will be receiving the Harikatha Awards from Sri Ramesh Chandra. Ladies and gentlemen, let's give a huge round of applause to all the awardees. Thank you, sir, for doing the honors. Thank you. ഇന്നീ ചടങ്ങിൽ പങ്കെടുത്ത ഏവർക്കും ഔപചാരികമായി നന്ദി രേഖപ്പെടുത്തുന്നതിനായി. Very good evening, ladies and gentlemen. My name is Soumya Harikumar. I'm the elder daughter of Sri R. Harikumar. As we come to an end to this event that probably will remain one of the best moments of my life, I deem it a great honor and privilege to propose the vote of thanks on this occasion. Let me first start by giving glory to the Almighty God for making today's occasion a resounding success. When I was flipping through the pages of this book has small snippets of stories that was told to us by Acha throughout our life, which includes from the first set of gold bangles which Acha bought Amma to his first love story. We know all the stories. So I hope that this inspires you as it has inspired us throughout our lives. And as I
for spending time with us, for taking off from a busy schedule to be a part of this memorable event. Of course, a special mention to all our chief guests today who have literally no time. They're always busy, but still they have taken time to be part of this occasion. A big thank you, and this means a lot to us. But I still feel that this book does not do justice to the person who my father is. First of all, let me say that he's a big feminist. He raised two very headstrong, independent women, that's me and my sister, and to a certain extent my mom was married to him at the age of 19, so he has been a big part in making her the strong woman she is today. And he taught us, he always says, Devi, when you do something good, please don't expect anything in return, then you will be disappointed. So when you're doing good, just let it go. Don't expect anything in return. And that is something that I hold very close to my heart. And he actually taught us that if you want to get something done, do it yourself. Don't expect others to do it for you. And that's why I believe that he still remains the best salesman for Allied Group of Companies. I'm sure the administration, the sales administrators do agree to me. He is still the best salesman of Emirates, Allied Group of Companies. So, Acha, you are our hero. We call him the celebrity in our house. So, cutting it short, thank you so much. And I extend my thanks to each and every one of you who is on the dais and among the audience. You made us very happy today. Thank you and a very, very good evening.